അച്ഛാ, തീരെ സുഖമില്ലാതിരിക്കല്ലേ? ഇപ്പൊ തന്നെ അവനെ കാണണമെന്ന് പറഞ്ഞാ അതെങ്ങനെയാ? മുത്തശ്ശ, വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോ. അവിടെ വെച്ച് അവനെ കാണാലോ. ആവശ്യമില്ല, അവൻ ഇവിടെ വരും. നിങ്ങൾ എല്ലാവരും അകത്തേക്ക് പോകൂ. ഞാൻ നിങ്ങളുടെ സ്റ്റുഡന്റ് വിൽ ടേണർ എന്റെ മാസ്റ്ററെ വരവേൽക്കുന്നു. വിൽ ടേണർ, ഏകദേശം 50 വർഷമായി. കാലമെല്ലാം പ്രായമാക്കും, പക്ഷെ നിങ്ങൾ ഇത്ര വർഷമായിട്ടും മാറിയിട്ടേയില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല, നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോഴും ചെറുപ്പമായിരിക്കുന്നത്? ഞാൻ വെറും സ്കൈ യൂണിവേഴ്സിറ്റിയിലെ ഒരു ടീച്ചർ മാത്രം. എന്നാൽ മാസ്റ്റർ ആവാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്കിനി അധിക നാളുകളില്ല. എന്തു വേണമെങ്കിലും എന്നോട് ചോദിച്ചോളൂ. എന്നോടൊന്നും മറച്ചു വയ്ക്കണ്ട. ഈ സ്റ്റുഡന്റിന് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒറ്റ കാര്യമേ വേണ്ടൂ. ഈ ടീച്ചർ സ്റ്റുഡന്റ് ബോണ്ടിങ്ങിൽ എനിക്ക് ഈ ഒരു കാര്യം മാത്രമാണ് വേണ്ടത്. ഞാൻ മരിച്ചാൽ ഈ കുടുംബം 3 വർഷത്തേക്ക് നിങ്ങൾ നോക്കണം. ശരി, ഞാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്യാം. പക്ഷേ 3 വർഷം മാത്രം. അതിൽ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. എൻ്റെ ജോലി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കാര്യം നോക്കി പോകും. ഇത് നിങ്ങൾ സമ്മതിക്കണം. ശരി. ഞാൻ എങ്ങനത്തെ ആളായിട്ടാണ് നിങ്ങളുടെ കുടുംബത്തിൽ ജീവിക്കേണ്ടതെന്ന് പറയൂ. ഞാൻ എല്ലാ കാര്യവും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മോളെ, എന്റെ അടുത്തേക്ക് വാ. എന്താ മുത്തശ്ശ? ശരൺ, ഇവനാണ് ഡാനിയൽ പാർക്കർ. ഇന്നു മുതൽ ഇവനാണ് നിന്റെ ഹസ്ബൻഡ്. മുത്തശ്ശൻ എന്താ ഈ പറയുന്നേ? ഇവരാരാണെന്ന് പോലും എനിക്കറിയില്ല. പിന്നെ ഞാൻ എങ്ങനെയാ ഇവനെ കല്യാണം കഴിക്കുന്നേ? അച്ഛാ, അച്ഛനെന്താ തമാശ പറയാണോ? ഇത് നിങ്ങളുടെ പേരക്കുട്ടിയാ. ഇവളെ എന്തിനാ ഇങ്ങനെ നിർബന്ധിക്കുന്നേ? ഇത് കല്യാണക്കാരിയല്ലേ, എന്താ ഇങ്ങനെയൊക്കെ തീരുമാനിക്കുന്നേ? ഈ പയ്യൻ ആരാണെന്ന് പോലും പറഞ്ഞിട്ടില്ല. ഇദ്ദേഹം ഒരു ടീച്ചറാണ്. ഷാരോണിന് ഇവൻ നല്ല ചേർച്ചയായിരിക്കും. പക്ഷേ എന്റെ അവസാനത്തെ ആഗ്രഹം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലെങ്കിൽ നമ്മൾ ടേണർ ഫാമിലിയുടെ സ്വത്തെല്ലാം നശിച്ചു പോകുന്നതാണ്. നിങ്ങൾ ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ സമാധാനത്തോടെ എനിക്ക് മരിക്കാൻ സാധിക്കില്ല. അപ്പൊ അച്ഛൻ എന്താ പറയുന്നേ? കല്യാണം കഴിപ്പിക്കണമെന്നാണോ? ശരൺ, മുത്തശ്ശൻ ഇങ്ങനെയൊക്കെ പറയുമ്പോ അത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയാവും. ഇത് വെച്ച് മാസ്റ്ററെ ടേണർ ഫാമിലിയിൽ കുറച്ചു കാലം താമസിപ്പിക്കാൻ പറ്റും. ഇത് നിന്റെ മുത്തശ്ശന്റെ അവസാനത്തെ ആശയം മോളെ. ദയവ് ഇത് സമ്മതിക്കേ. അച്ഛാ, ഇവൾക്ക് സമ്മതമാണ്. ശരി മുത്തശ്ശ, എങ്കിൽ അങ്ങനെ ആവട്ടെ. ശരി. ശാരണിനെ നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. അവളെ നീ നന്നായിട്ട് നോക്കണം. ശരി. മുത്തശ്ശ! ഇതാണ് ടേണർ ഫാമിലിയുടെ പുതിയ സെയിൽസ് ഓഫീസ്. പോയി എല്ലാം അടിച്ച് തകർക്കടാ. ചെല്ലേ. അവരവരുടെ പുതിയ പ്രോജക്റ്റ് ഒരിക്കലും തുടങ്ങാൻ പാടില്ല. മനസ്സിലായി. വാടാ. നിങ്ങൾക്ക് വേറെ 1 മിനിറ്റ് മാത്രമേ ഉള്ളൂ ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട്. ഏയ്, നീ ആരടാ? നീ ഇവിടുന്ന് പോയിക്കോ. ഇനി ബാലൻസ് 50 സെക്കൻഡ്സ്. നിനക്ക് ഞാൻ കാണിച്ച നിങ്ങളിപ്പോ എവിടെയാ? ഞാനിപ്പോ സെയിൽസ് ഓഫീസിലാണ് ഉള്ളത്. ഞാനിപ്പോ ടൈറ്റൻ ബാറിലാ ഉള്ളത്. 10 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തിയിരിക്കണം നീ. എനിക്ക് എങ്ങനെയാ 10 മിനിറ്റിൽ അവിടെ എത്താൻ പറ്റുക? അതൊന്നും എനിക്കറിയണ്ട, നീ വരണം. ശരി, അവൻ എന്ത് പറഞ്ഞു? പറ, അവൻ എന്താ നിന്നോട് പറഞ്ഞെന്ന് പറ. 10 മിനിറ്റിനുള്ളിൽ എത്തൂന്ന്. അതെയോ? അതെന്തായാലും കൊള്ളാലോ. ശരി, ഒരു കാര്യം ചെയ്യാം. അടുത്ത 10 മിനിറ്റിനുള്ളിൽ അവൻ ഇവിടെ എത്തുകയാണെങ്കിൽ ഈ പാർട്ടി ഞങ്ങൾ സ്പോൺസർ ചെയ്യാം. അല്ലെങ്കിൽ
നീ ചെലവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ജയിക്കും. പറയുന്നത് കേക്ക്. അവൻ നിന്റെ ഹസ്ബൻഡ് അല്ലേ? അവന്റെ അടുത്ത് ഇങ്ങനെയൊന്നും ചെയ്യുന്നത് ശരിയല്ല. ഹസ്ബൻഡോ? ആരുടെ ഹസ്ബൻഡ്? ഇതൊക്കെ എന്റെ മുത്തശ്ശൻ കാരണം സംഭവിച്ചതാ. ഒരുപാട് പ്രാവശ്യം പറഞ്ഞു ഞാൻ ഡിവോഴ്സ് വേണമെന്ന്. കേട്ട ഭാവം പോലും കാണിച്ചില്ല. അതുകൊണ്ടാ ഞാൻ അവനൊരു പെറ്റിനെ പോലെ വളർത്തുന്നത്. നിന്റെ പെറ്റാക്കി നിർത്തി തന്നെ വലിയ കാര്യം. അത് തന്നെ അവന്റെ ഭാഗ്യം. അവൻ വേറൊരു ടെമ്പററി ടീച്ചറല്ലേ? ഏതോ ഒരു നാട്ടിൽ നിന്ന് വന്നവനെ നിന്നെ കല്യാണം കഴിക്കാന്ന് വെച്ച ഭാഗ്യല്ലേ? അത് ശരിക്കും അവനൊരു വരം കിട്ടിയത് പോലെ തന്നെയാ. ലൂക്കസ് വിളിക്കുന്നുണ്ടല്ലോ. ഹേ ലൂക്കസ്. ശരി ശരി, എനിക്കതൊക്കെ അറിയാം. അയ്യോ, ലൂക്കസ് ഇല്ലേ അവനെ വിളിച്ചേ. അവൻ 3 ദിവസം കഴിഞ്ഞ് ഇവിടെ എത്തുന്നാ പറയുന്നേ. നിനക്ക് സന്തോഷായില്ലേ ഇപ്പോ? ഒന്ന് നിർത്താമോ? എന്റെ കല്യാണം കഴിഞ്ഞില്ലേ? കമോൺ, ഇതൊന്ന് നിർത്ത്. എനിക്ക് നിന്നെ പറ്റി നന്നായിട്ട് അറിയാം. ഈ ഡാനിയൽ നോർത്ത് നീ നിന്റെ ലൈഫ് നശിപ്പിക്കാതെ. ഈ ലൂക്കസ് നിനക്ക് നല്ല മാച്ചാ. ഇവിടെ നോക്ക്, അവൻ വരാൻ ഇനി 1 മിനിറ്റും കൂടെ ഉള്ളൂ. എനിക്ക് തോന്നുന്നില്ല അവൻ ഇപ്പൊ വരുമെന്ന്. ശരി, ഓക്കെ, നീ ചെലവ് ചെയ്യാൻ റെഡി ആയിക്കോ. എന്തു പറ്റി? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ ജയിച്ചല്ലോ. നിനക്ക് കുറച്ച് വൈകി വന്നൂടെ? നീ ഒരിക്കലും തോക്കില്ലേ? ശരിക്കും നീ നല്ല രാശിയുള്ളവളാ. എന്താ പറ്റിയത്? അതിനൊന്നും പറ്റിയില്ലല്ലോ. പിന്നെ ഇതിനെ പെട്ടെന്ന് വരാൻ പറഞ്ഞേ? വിളിച്ചിട്ട് അർജന്റ് ആണെന്ന് പറഞ്ഞു. ഓ, ഞാൻ വിളിച്ചതാണോ? ഒരു ഗെയിമിന് വേണ്ടി വിളിച്ചതാ, വെറുതെ തമാശക്ക്. എന്താ ഫണ്ണോ? അതെ, ഷാരൻ ഇവിടെ ഒരു ബെറ്റ് വെച്ചിരുന്നു. അവളൊരു കോള് ചെയ്താ നീ ഇവിടേക്ക് ഓടി വരും അവള് പറഞ്ഞിരുന്നത്. അതുപോലെ നീ വന്നു, ഷാരൻ ജയിച്ചു. അയ്യോ പാവം, ഒരു കോൾ ചെയ്തപ്പോഴേക്ക് ഓടിപ്പടിച്ച് ഇങ്ങോട്ട് എത്തിയതല്ലേ. ഇവൻ എന്തായാലും കൂറുള്ള ഒരു നായ തന്നെയാ. ഒരു ബെറ്റിന്റെ പുറത്താണോ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്? എന്താ ഇതാണോ തമാശ? അതെ, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ടാന്ന് വെച്ച് പോവാം. വേണമെങ്കിൽ അതിന്റെ ചെലവും കൂടി ഞാൻ തന്നേക്കാം. ബാക്കി ജീവിതം എന്തിനാ അടിമയെ പോലെ ജീവിക്കുന്നേ? അതാവുമ്പോ ആരും ഇതുപോലെ കളിയാക്കില്ലല്ലോ. നിന്റെ ഇഷ്ടത്തിന് പിന്നെ നിനക്കും ജീവിക്കാം, അതുപോലെ ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കും. നിന്നോട് ഞാനൊരു റിക്വസ്റ്റ് പറയുകയാണ്. നമ്മൾ ഈ ഗുരു ശിഷ്യ ബന്ധത്തിന് വേണ്ടി ഞാൻ മരിച്ചതിന് ശേഷവും നിങ്ങൾ ഈ കുടുംബത്തിനെ 3 വർഷത്തേക്ക് സംരക്ഷിക്കണം. ഞാൻ പ്രോമിസ് ചെയ്യുന്നു. എന്ത് തന്നെയാണെങ്കിലും ഇതിൽ നിന്ന് ഞാൻ പിന്മാറില്ല. ശരി, വെറും 3 വർഷമല്ലേ? എന്ത് തന്നെയാണെങ്കിലും എന്റെ പ്രോമിസ് ഞാൻ പാലിക്കണം. എന്താ നിനക്ക് ഉത്തരം പൊട്ടിപ്പോയോ? നിനക്ക് ഇവളുടെ ഹസ്ബൻഡ് ആവാൻ ഒരു യോഗ്യതയില്ല, മനസ്സിലായോ നിനക്ക്? അതാ എനിക്ക് പറയാനുള്ളത്. ഷാരനെ വിട്ട് നീ പൊക്കോ, വെറുതെ അവളുടെ ലൈഫ് നശിപ്പിക്കല്ലേ. ഇപ്പൊ തന്നെ ലേറ്റ് ആയി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്ക് നിനക്ക് നാളെ ഉള്ളതാ. അതുകൊണ്ട് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോവാ. ഷാറുവിന്റെ അടുത്ത് നിനക്ക് അത്രയും സ്നേഹമൊക്കെ ഉണ്ടായിരുന്നോ? നിന്നെ പോലെ ഒരുത്തരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു വിധത്തിൽ ഇതൊരു നല്ല കാര്യല്ലേ? ഒരു ഹസ്ബൻഡായി ഇങ്ങനെ തന്നെ വേണം. അവന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും. അല്ലാതെ എങ്ങനെ അവന് 3 വർഷം ജീവിക്കാൻ പറ്റുക? നീ പറയുന്നൊക്കെ ശരിയാ. അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇതൊന്നും ചെയ്യില്ലായിരുന്നു. ഡാനിയൽ, ദയവ് ചെയ്ത് ഇവളെ ഡ്രോപ്പ് ചെയ്തേക്ക്. ആവശ്യമില്ല, ഞാൻ പോയിക്കോളാം. വെറുതെ എന്റെ ദിവസം നശിപ്പിച്ചു. ഷാരൻ നിക്ക്, ഞാനും വരാം. ഡാനിയൽ, നിനക്കറിയാലോ ഷാരൻ വളരെ നല്ല കുട്ടിയാ. അവളുടെ ദേഷ്യത്തെ പറ്റി നീ മനസ്സിലാക്കണം. അവള് നിന്നെ കൊച്ചാക്കാൻ വേണ്ടി ചെയ്തതല്ല. അവള് പറഞ്ഞത് വിട്ടുകളഞ്ഞേക്ക്. ഇതൊന്നും വേണോന്ന് വെച്ച് സംഭവിച്ചു പോകുന്നതല്ലല്ലോ. എന്തായാലും ഇതെല്ലാം കുറച്ചു നാളത്തേക്ക് ഇങ്ങനെ പോകട്ടെ. ഇനി ടേണർ ഫാമിലിയോട് കളിക്കാൻ ഞാനില്ല. ഉറപ്പല്ലേ? അവിടെ കണ്ട അയാളില്ലേ, നമ്മൾ കരുതുന്നതിനേക്കാൾ വലിയ സ്ട്രോങ് ആ. പക്ഷെ നല്ലവനാ, നമ്മളെ കൊന്നില്ലല്ലോ. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, ടേണർ മരിച്ചു 3 വർഷമായെന്ന്. പക്ഷെ ഇപ്പോഴും അവര് ശക്തര് തന്നെയാ. ഇപ്പോഴും അവര് സക്സസ്ഫുൾ ഫാമിലി തന്നെയാണ്. ഇന്ന് എനിക്ക് മനസ്സിലായി ഈ ഫാമിലിക്ക് പിന്നിൽ ആരാ ഉള്ളതെന്ന്. ഇനി മുതൽ നമ്മൾ 3 പേരും ഈ നാട്ടിലെ ഉണ്ടാകാൻ പാടില്ല. പോവാ, സ്ഥലം കാലിയാക്കാൻ വാടാ. അല്ല, ഡാനിയലോടെ പോയി? അവൻ ഇതുവരെ വീട്ടിലെത്തിയില്ലേ? ഞാനിവിടെ ഉണ്ട്. സമയം എത്രയായെന്ന് അറിയോ? എന്താ ഇത്ര വൈകിയത്? ഞങ്ങളൊക്കെ ഇവിടെ വിശന്നിരിക്കുവല്ലേ. അതെ, എനിക്കിനിയും ഒരുപാട് ജോലി ബാക്കിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ലേറ്റ് ആയത്. എനിക്ക് ഒരുപാട് സമയമില്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക.
എന്ന് കരുതി ഇവിടെ ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ വേറെ വേലക്കാരനെ വെക്കണോന്നാ? നീ നന്നായിട്ട് പാചകം ചെയ്യുമല്ലോ. അമ്മയ്ക്ക് നീ ഉണ്ടാക്കുന്ന ഭക്ഷണം നല്ല ഇഷ്ടോ. നീ തന്നെ ഉണ്ടാക്കിയാ മതി. ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അതുകൊണ്ട് ഇതൊന്നും ഞാൻ കേൾക്കില്ല. ഇത്രയും നാള് ഇവിടെ ഫുഡുണ്ടാക്കി നിനക്കെന്താ മടുത്തു തുടങ്ങിയോ? ഇല്ല. എന്നാ പിന്നെ പോയി ജോലി തുടങ്ങ്. ആ, ശരി. ആഹാ. എന്റെ മോള് എപ്പോഴും ഡിഫറെന്റ് തന്നെയാണ്. ഡാനിയൽ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും നീ പറഞ്ഞ അനുസരിക്കും. എന്റെ അച്ഛൻ അന്നിങ്ങനെ നിർബന്ധിച്ചില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ പണി ചെയ്യാൻ ഒരാളെ കിട്ടുമായിരുന്നു. എന്തായാലും അങ്ങനെ ചെയ്ത് നന്നായി അല്ലേ മോളെ? എന്തായാലും നമുക്ക് കുറച്ച് ജോലിഭാരം ഒഴിഞ്ഞു കിട്ടിയാൽ അത് തന്നെ വലിയ കാര്യം. ശരൺ, മിസ്റ്റർ മൈക്കിളുമായിട്ട് നാളെ കോൺട്രാക്ടിന്റെ മീറ്റിംഗ് ഉണ്ട്. എന്താ ചെയ്യാൻ പോകുന്നേ? പക്ഷെ നമ്മുടെ ഫാമിലി മറ്റു 3 ഫാമിലിയേക്കാളും കുറച്ചുകൂടെ വീക്കല്ലേ. പക്ഷെ അമ്മ പേടിക്കണ്ട, എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യും. നിനക്ക് പറ്റുന്നതൊക്കെ ചെയ്യണം. ഈ കോൺട്രാക്ട് നമ്മുടെ ഫാമിലിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാ. ദേ കണ്ടില്ലേ ഇങ്ങനെ നിൽക്കുന്നത്? നമ്മുടെ കുടുംബം മുഴുവൻ നിന്നെയും പ്രതീക്ഷിച്ച് നിൽക്കുന്നത്. എന്തേലൊന്ന് ചെയ്യുന്നേ. വിഷമിക്കാതെ അമ്മേ, ഒന്നും സംഭവിക്കില്ല. ലൂക്കസിനോടൊന്ന് സംസാരിച്ചാലോ? ഈ ലൂക്കസിന്റെ അങ്കിളാണ് മിസ്റ്റർ മൈക്കിൾ. അവനെ കയ്യിലെടുക്കാൻ പറ്റിയ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും. നമ്മൾ വിചാരിച്ച പോലെ പോവും. നിങ്ങൾ രണ്ടുപേരും ചെറുപ്പം മുതൽ ഫ്രണ്ട്സ് അല്ലേ? അവൻ നമ്മുടെ കുടുംബത്തിലൊരു അംഗത്തെ പോലെയല്ലേ? പിന്നെ നമ്മളെന്തിനാ പേടിക്കുന്നത്? ശരൺ, നാളെ മിസ്റ്റർ മൈക്കിളിന്റെ കൂടെ കോൺട്രാക്ട് മീറ്റിംഗ് ഉണ്ട്. നീ എന്താ ചെയ്യാൻ പോകുന്നേ? എന്താ, നീ ഉറങ്ങിയില്ലേ? അതിന് നിനക്കെന്താ പ്രശ്നം? ഞാൻ ഉറങ്ങാതെ ഇരിക്കും. അതിന് നിനക്കെന്താ? ധൈര്യമായിട്ടിരിക്കെ. നാളെയെല്ലാം നന്നായി നടക്കും. അതിനെപ്പറ്റി നിനക്കെന്താ അറിയാം? നീ ആഹാരം ഉണ്ടാക്കുന്ന പോലെയുള്ള കാര്യമല്ല ഇത്. ഈ ലൂക്കസിന്റെ അങ്കിളാണ് മിസ്റ്റർ മൈക്കിൾ. അവനെ വെച്ച് കാര്യങ്ങൾ നടത്തുന്നതാ നമുക്ക് നല്ലത്. ഹലോ ഷാരോൺ, ഞാൻ നിന്റെ വീടിന് പുറത്ത് തന്നെ ഉണ്ട്. എന്താ സുഖാണോ? ഇത് നിനക്കുള്ളതാ. ആ, ഇത് പിടിച്ചോ. നീ 3 ദിവസം കഴിഞ്ഞ് വരൂന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്നോടത് കാര്യമായിട്ട് തന്നെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാ നിന്നൊന്നും കണ്ടിട്ട് പോകാന്ന് കരുതി ഞാൻ വന്നത്. ഷാരോൺ, എനിക്ക് നിന്നെ ഒരുപാട് അധികം ഇഷ്ടമാണ്. ലൂക്കസ്, എന്നോട് ക്ഷമിക്കണം. എന്റെ വിവാഹം കഴിഞ്ഞു. ഷാരോൺ, എനിക്ക് നിന്റെ സിറ്റുവേഷനൊക്കെ മനസ്സിലാവും. ഡാനിയൽ വെറുതെ നിന്നെ ചുറ്റിപ്പറ്റി നടക്കുകയാണ്. അവന് നിന്നെ കെട്ടാനുള്ള യോഗ്യത ഒന്നുമില്ല. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നീ അവനെ ഡിവോഴ്സ് ചെയ്യാനിരിക്കല്ലേ? പിന്നെന്താ നമുക്ക് കല്യാണം കഴിച്ചാ? ലൂക്കസ്, നീ വന്നതിൽ ഒരുപാട് സന്തോഷം. പക്ഷെ നീ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ നടക്കാൻ പോകുന്നതല്ല. എനിക്ക് മനസ്സിലാവും. ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല. നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും. നീ എത്ര സമയം വേണമെങ്കിലും എടുത്തോ. എന്നിട്ട് നീ ആലോചിച്ച് പറഞ്ഞാൽ മതി. ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കാം. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു. അതുകൊണ്ടാണ് ഇത്ര നേരത്തെ ഞാൻ ഇങ്ങോട്ട് വന്നത്. നിനക്ക് മനസ്സിലാവും ഞാൻ വിചാരിക്കുന്നു. ശരി, ഞാൻ എന്നാ പോട്ടെ. ഗുഡ് നൈറ്റ്. ലൂക്കസ്, നീ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വരിക. ഇത് നിന്നോട് എങ്ങനെ ചോദിക്കണ്ടെന്ന് അറിയില്ല എനിക്ക്. നീ എനിക്കൊരു സഹായം ചെയ്തു തരാമോ? അതെന്ത് ചോദ്യമാണ്? ഇത്രയും കാലമായിട്ട് നീ എന്നോട് ഒരു സഹായം പോലും ഇതുവരെ ചോദിച്ചിട്ടില്ല. ഞാൻ എന്നാ വേണ്ട നീ പറ. നിന്റെ അങ്കിളിനോട് നീ എനിക്ക് വേണ്ടി ഒന്ന് സംസാരിക്കണം. നോർത്ത് പ്രൊജക്ടിനെ പറ്റി ചോദിക്കണം. ഞാൻ സംസാരിക്കാം. ഇവിടെ ഭയങ്കര തണുപ്പാ. നീ അകത്തേക്ക് പോക്കോ. ഇതെന്താ ഇപ്പൊ എഴുന്നേറ്റേ? നീ അപ്സെറ്റ് ആയതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ താഴത്തേക്ക് വന്നത്. നിനക്കൊരു ഹെർബൽ ടീ ഉണ്ടാക്കി തരാം. ഡാനിയൽ, നിൽക്ക്. എനിക്ക് ഈ പൂക്കൾ ആരാ തന്നേന്ന് പോലും നീ എന്താ ചോദിക്കാത്തത്? ഞാൻ ചോദിച്ചാൽ നീ പറയൂ. ഡാനിയൽ, നീ ശരിക്കും നല്ലവനാ. കഴിഞ്ഞ 3 വർഷമായിട്ട് നീ എന്നെ നന്നായി തന്നെ നോക്കുന്നുണ്ട്. എന്റെ ഭാഗത്തൊരു തെറ്റുപോലും നീ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതുകൊണ്ടൊന്നും നിന്നെ സ്നേഹിക്കാൻ പറ്റില്ല. ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. ഇതൊന്നും നീ വലിയ കാര്യമാക്കി എടുക്കണ്ട. പിന്നെ ഇതൊക്കെ ഓർത്ത് നീ തന്നെ സങ്കടപ്പെടേണ്ടി വരും. ഞാൻ ഒരിക്കലും നിനക്ക് സ്വന്തമാവില്ല. അതുകൊണ്ട് ഇതെല്ലാം നീ ഇവിടെ വെച്ച് നിർത്തിക്കോ. ശരി. നീ അവിടെ ഒന്ന് നിന്നേ. ഞാൻ നിന്നോട് എന്ത് പറഞ്ഞാലും നിനക്കെന്താ എന്നോട് ദേഷ്യം തോന്നാത്തത്? ഞാൻ പറയുന്നതൊന്നും നിനക്ക് വിഷമാവുന്നില്ലേ? ഇതുവരെയില്ല. ഹലോ അങ്കിൾ. എന്താ കാര്യം? ഇത്ര രാത്രിയിൽ എന്തിനാ വിളിച്ചത്? നോർത്ത് പ്രോജക്റ്റിനെ പറ്റി അങ്കിളിന് അറിയില്ലേ?
അതെന്റെ ഫ്രണ്ടിനൊന്ന് കൊടുക്കണം. നന്നായിട്ട് കേട്ടോ, ഈ പ്രോജക്റ്റിൽ നീ തലയിടാൻ പാടില്ല. എന്തു പറ്റി അങ്കിൾ? നമ്മളെ ആരാണോ ഇത്രയും കാലം സഹായിച്ചത് ആ ഫാമിലിയാണ് ഇപ്പോൾ ആ പ്രോജക്റ്റ് എടുത്തിരിക്കുന്നത്. ആർക്കും അതിൽ തലയിടാൻ പറ്റില്ല. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലായോ? ആ ശരി. നീ ഇവിടെ ഇരുന്നാ മതി. ശരി. നിങ്ങളാണോ മിസ് ഷാരൻ? അതെ. നിങ്ങൾക്ക് വേണ്ടി സാർ അകത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. സാർ അവര് വന്നിട്ടുണ്ട്. മിസ് ഷാരൺ വരൂ. മിസ്റ്റർ മൈക്കിൾ, ഞങ്ങളുടെ ടേണർ ഗ്രൂപ്പ് ഈ ടൗണിലെ ഏറ്റവും ഫേമസ് ആയ ഗ്രൂപ്പാ. അതുകൊണ്ട് നിങ്ങൾ ഒന്നും പേടിക്കണ്ട. ഈ പ്രൊജക്റ്റ് ഒക്കെ ഞാൻ എടുത്ത് ചെയ്തോളാം. നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇതൊന്ന് തെളിയിച്ചു കാണിക്കാൻ എനിക്കൊരു അവസരം തരൂ. പേടിക്കണ്ട, ഈ നോർത്ത് പ്രോജക്ട് ടേണർ ഗ്രൂപ്പിന് തന്നെയാണ് തരുന്നത്. ഇത് അഗ്രിമെന്റ്, സൈൻ ചെയ്തോളൂ. ഈ പറയുന്നത് സത്യമാണോ? ഓ, ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ടേണർ ഗ്രൂപ്പിനെ നിങ്ങൾക്ക് അത്രയ്ക്ക് വിശ്വാസമായിരുന്നോ? അദ്ദേഹം തന്നെ പറഞ്ഞാ പിന്നെ ഞാൻ എങ്ങനെയാണ് ഇത് നിങ്ങൾക്ക് തരാതിരിക്കുക? ആരുടെ കാര്യം പറയുന്നേ? ആരാണെന്ന് വെച്ചാ ടേണർ ഗ്രൂപ്പിന് വളരെ വേണ്ടപ്പെട്ട ആള് തന്നെയാണ്. നീ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എന്നെ കാണാൻ വരുന്നതല്ലേ. നിന്നോട് എങ്ങനെ ചോദിക്കണ്ടേന്ന് അറിയില്ല. എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യാമോ? തീർച്ചയായും ചെയ്യാം. എന്താ വേണ്ടെന്ന് നീ പറ. നിങ്ങൾ ഒന്നും പേടിക്കണ്ട. ഇത് ഞാൻ വേണ്ട രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തോളാം. സൈൻ ചെയ്യൂ. നമ്മുടെ പാർട്ണർഷിപ്പിന് കൺഗ്രാറ്റുലേഷൻ. നമുക്ക് വീണ്ടും കാണാം. തീർച്ചയായും. ഹലോ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഷാരോണിന് ഞാൻ ആ പ്രോജക്റ്റ് കൊടുത്തിട്ടുണ്ട്. ശരി, ഞാനിന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് വരാം. സത്യമാണോ? കാർട്ടർ ഫാമിലി നിങ്ങളോട് എന്നും കടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും അങ്ങോട്ടേക്ക് വരാവുന്നതാണ്. നീ ഇവിടെ ഉണ്ടായിരുന്നോ? ലൂക്കസ്, നീ എന്നെ കാത്തിരിക്കുകയായിരുന്നോ? ഇന്നലെ രാത്രി നമ്മൾ സംസാരിച്ച കാര്യം എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണമെന്നുണ്ട്. എനിക്ക് ആദ്യം നിന്നോട് നന്ദിയെ പറയേണ്ടത്. എന്താണെന്ന് വെച്ചാ ആ പ്രൊജക്റ്റ് എനിക്ക് കിട്ടി. നീ വലിയൊരു ഉപകാരമാണ് ചെയ്തത്. പ്രോജക്റ്റ് വേറെ ആൾ കൊടുക്കാൻ പോവാണെന്നാണല്ലോ അങ്കിള് പറഞ്ഞത്. എന്നാൽ ഇതെങ്ങനെ സംഭവിച്ചു? ഇനി നുണ പറഞ്ഞതാണോ എന്നോട്? ഇതൊരു ചെറിയ കാര്യമല്ലേ? നിനക്കിപ്പോ സന്തോഷായില്ലേ? നീയൊന്നും കഴിച്ചില്ലല്ലോ. നമുക്ക് കഴിക്കാൻ പോയാലോ? പിന്നെ തീർച്ചയായും. പക്ഷെ ഇന്നത്തെ ട്രീറ്റ് എന്റെ. എന്നാ അങ്ങനെ ആയിക്കോട്ടെ. എനിക്ക് റെസ്റ്റോറന്റ് അറിയാം, നമുക്ക് പോയാലോ? എനിക്കെന്തോ വയ്യാത്ത പോലെ. അതെന്തു പറ്റി? എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. നിനക്ക് കോളേജിൽ പഠിച്ച കാലമൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ടോ? നമ്മൾ നല്ല ജോലിയാണെന്ന് എല്ലാവരും പറയാറുള്ളേ. പക്ഷേ എന്തു പറയാം, ഈ സിറ്റുവേഷൻ കാരണം വിദേശത്തേക്ക് പോകേണ്ടി വന്നു. പോകാതിരുന്നെങ്കിൽ നമ്മൾ രണ്ടൊരു പാർട്ട്ണറായാനെ. ശരി, എന്നാ എടുത്ത് കുടിക്കേ. ലൂക്കസ്, ഈ 3 വർഷത്തില് എന്റെ ജീവിതം മാറി. ഹലോ, 3 മണിക്കൂർ നേരമായിട്ട് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. ചോദിച്ചപ്പോ നീ എവിടെയോ പോയേക്കോണെന്ന് പറഞ്ഞു. ഞാനിവിടെ എന്റെ ഫ്രണ്ടിന്റെ കൂടെ റെസ്റ്റോറന്റിൽ വന്നതാ. ഞാൻ പറയാൻ മറന്നു. നീ കുടിച്ചിട്ടുണ്ടോ? അതിനിപ്പോ നിനക്കെന്താ? നീ ഡാനിയൽ തന്നെയല്ലേ? ഏ, ലൂക്കസാ സംസാരിക്കുന്നത്. നീ എന്നെ അന്വേഷിച്ചു പറഞ്ഞു. ശരിയാ, എനിക്കറിയാം നീ അവളുടെ കോളേജ് ഫ്രണ്ട് ആണെന്ന്. അതെ, അത് ഞാൻ തന്നെയാ. കുറച്ചു നാൾ ഞാൻ നാട്ടിലില്ലായിരുന്നു. ഒരു കാര്യം കേട്ടോ, അവളെ ഞാൻ ഇനി നോക്കിക്കോളാം. ഇവൾ എനിക്ക് സ്വന്തമാണ്. നീ അവളുടെ അടുത്ത് കുറച്ച് അകലം പാലിക്കുന്നതാ നിനക്ക് നല്ലത്. ഡാനിയൽ, ഞാൻ പറയുന്ന കേക്ക്. ലൂക്കസ് കാരണം എനിക്കൊരു നല്ല കോൺട്രാക്ട് കിട്ടി. അതിന് ട്രീറ്റ് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. വെറുതെ ശല്യം ചെയ്യരുത്. ഐ ആം റിയലി സോറി. എനിക്ക് അവനെ കാണുന്നത് ഇഷ്ടമല്ല. നിന്റെ 3 വർഷം അവൻ ഇല്ലാതാക്കിയത് അത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം കയറി വരുവാ. ഞാൻ പറഞ്ഞ സത്യം തന്നെയാ. ആയിക്കോട്ടെ, എനിക്ക് മനസ്സിലായി. ഒരുപാട് ലേറ്റായി. നമുക്കെന്നാ പോയാലോ? അതിനെന്താ, പോവാം.
അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദത്തിന് വേണ്ടി ഒരു ഡ്രിങ്ക്സ് കഴിക്കൂ. എന്നാ എടുക്കൂ, കഴിക്കൂ. ചിയേഴ്സ്. നീ ഓക്കെ അല്ലേ? ഞാൻ ഒരുപാട് കുടിച്ചു എന്ന് തോന്നുന്നു. എന്നാ പിന്നെ നീ ഇവിടുന്ന് റെസ്റ്റ് എടുക്ക്. കഥയിൽ അടുത്തതായി എന്ത് സംഭവിക്കുമെന്നറിയാൻ ഡാഷ് റീൽസ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.